യാക്കോബിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ആമേൻ. കർത്താവിന് സ്തോത്രം. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ആമേൻ. ഈ വാക്യം നമുക്ക് പരിചിതമായിരിക്കുന്ന വാക്യമാണ്. കർത്താവിന് സ്തോത്രം. ഏറെ പരിചിതമായിരിക്കുന്ന വാക്യമാണ്. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് അടുത്തു ചെല്ലാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പ്രാർത്ഥിച്ച് തുടങ്ങിയതാണല്ലോ, പക്ഷേ ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് വേറെ എവിടെയെങ്ങാണ്ടുമൊക്കെയാണ്. കർത്താവിന് സ്തോത്രം. നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് അങ്ങ് ചെന്ന് എത്താനായിട്ട് സാധിക്കാറില്ല. കർത്താവിന് സ്തോത്രം. പലരും വായ് കൊണ്ട് പറയുന്നത് ആമേൻ സ്തോത്രം, ഹൃദയം കൊണ്ട് ഉറപ്പുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങനെയാണ് പലപ്പോഴും പ്രാർത്ഥനകൾ പോകുന്നത്. കർത്താവിന് സ്തോത്രം. കാണാപ്പാഠം പഠിച്ച് പറയുന്നത് പോലെ ചില കാര്യങ്ങളെല്ലാം അങ്ങ് പറഞ്ഞു കൂട്ടുകയാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത് ചെല്ലുവിൻ എന്ന് പറയുന്ന വാക്കാണ്. നമ്മൾ പ്രാർത്ഥിച്ചില്ലേലും അപ്പച്ചൻ്റെ അടുത്ത് ചെല്ലാതിരിക്കരുത്. കർത്താവിന് സ്തോത്രം. ഒരു ഭവനത്തിനകത്ത് അപ്പനും മക്കളുമായിട്ട് താമസിച്ചിട്ട് അപ്പനെക്കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായമാണ്. പക്ഷേ വല്ലപ്പോഴും നടക്കുന്ന വഴി അപ്പ എന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ലാതെ അപ്പൻ്റെ കൂടെ ഇരിക്കാനോ അപ്പം പറയുന്നത് കേൾക്കാനോ സമയമില്ലാത്ത ഒരു കുടുംബത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ആമേൻ ഈ വാക്യത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകും. കർത്താവിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആമേൻ ഒരു ട്രേഡിംഗ് ബിസിനസ് അല്ല, അതൊരു ബന്ധമാണ്. കർത്താവിന് സ്തോത്രം. ദൈവം നമ്മളെ വിളിച്ചത് ആമേൻ നമ്മളെ മുന്നേ ഉണ്ടായിരുന്ന മതം അല്ലെങ്കിൽ വിശ്വാസം അതിനേക്കാൾ കുറച്ചും കൂടി നല്ലൊരു വിശ്വാസം നമ്മൾ കണ്ടെത്തിയത് കൊണ്ടൊന്നുമല്ല. പിന്നെയോ ദൈവം നമ്മളെ വിളിച്ചത് ഒരു ബന്ധത്തിലേക്കാണ്. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം. കർത്താവിന് സ്തോത്രം. അവിടെ ചിലപ്പോൾ വാക്കുകളൊന്നും കാണത്തില്ലായിരിക്കും, എന്നാലും അടുത്ത് ചെല്ലാതിരിക്കരുത്. കർത്താവിന് സ്തോത്രം. വചനം പറയുന്നു ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളെ അടുത്തു വരും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴാണ് അവൻ നമ്മളെ അടുക്കിലേക്ക് വരുന്നത്. കർത്താവിന് സ്തോത്രം. നമുക്കൊരു അടുത്ത് ചെല്ലുവാനൊരു ആഗ്രഹമുണ്ടായത് കൊണ്ട് കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വരണമെന്നില്ല. ശരിയായി പ്രാർത്ഥിക്കണമെന്ന്, നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന്, ഒരു അനുഭവമായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ മാറണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടായതുകൊണ്ട് ആമേൻ നമുക്ക് ദൈവത്തെ അനുഭവിക്കുവാൻ കഴിയണമെന്നില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ ആമേൻ ഒരു സ്റ്റെപ്പ് എടുക്കുന്നവർക്ക് കർത്താവിന് സ്തോത്രം കൃത്യമായിരിക്കുന്ന ആമേൻ നമ്മുടെ കരങ്ങളും നമ്മുടെ അധരവും നമ്മുടെ ഹൃദയവും ഒക്കെ അതിനായിട്ട് ചലിക്കുന്നുവെങ്കിൽ, അതിനായിട്ട് ആമേൻ സ്തോത്രം അതിനായിട്ട് ഒരുങ്ങുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ അടുക്കൽ നമുക്ക് ഇരിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ.
ആർക്കാണ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ സാധിക്കുക? എങ്ങനെയാണ് നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുക? എന്താണ് കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഒന്ന്, നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ശക്തിയിലും നമുക്കിത് സാധ്യമല്ല. ഹല്ലേലൂയ. നമ്മളിവിടെ ഇരുന്ന് എത്ര തീരുമാനിച്ചാലും എത്ര ചിന്തിച്ചാലും ആമേൻ അതിനെ സാധ്യമാക്കണമെങ്കിൽ ആമേൻ ദൈവത്തിൻ്റെ കൃപ കൂടിയേ മതിയാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നാമത് പഠിക്കേണ്ടത്, ഇതിനകത്ത് പ്രാർത്ഥന വീരന്മാരുണ്ട്, പ്രാർത്ഥിക്കുന്ന മിടുക്കന്മാരായിരിക്കുന്ന ധാരാളം പേരുണ്ട്, എനിക്കറിയാം. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് പറ്റാത്ത ആൾക്കാരുമുണ്ട്. ഇന്ന് രാത്രി എല്ലാവർക്കും ഒരു നല്ല സന്ദേശം പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. നീ രക്ഷിക്കപ്പെട്ടത് കൃപയാലാണെങ്കിൽ അവൻ നിന്നെ കളങ്കമില്ലാതെ മഹിമാ സന്നിധിയിൽ നിർത്തുവാൻ തക്കവിധം നിന്നെ രക്ഷിച്ച കൃപ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മെ കണ്ടെത്തിയ ഒരു കൃപയുണ്ട്. ആ കൃപ ഇന്ന് രാത്രിയിലും ചലിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി പരാജയപ്പെട്ടെന്ന് ചിന്തിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ശക്തിയോടെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ സഭയുടെ അവസ്ഥകളെ മാറ്റുന്ന നിലവാരത്തിൽ സഭയ്ക്ക് അടിസ്ഥാനമാകുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം സ്വർഗത്തിലെ ദൈവം ചിലതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ചിലതിനു വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഒരു പ്രാർത്ഥനയുടെ പുതിയ പുതപ്പ് സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ ഇടാൻ പോവുകയാണ്. ആമേൻ. എന്താണ് പ്രാർത്ഥനയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം ഇന്നു മുതൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ പോവുകയാണ്. ഒന്ന്, ആമേൻ സ്തോത്രം. കൃപയാൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാനായിട്ട് സാധിക്കും. വായിച്ചാട്ടെ എബ്രായ ലേഖനം, ആമേൻ സ്തോത്രം, 4-ാമത്തെ അധ്യായം, അതിൻ്റെ 15-16 വാക്യങ്ങൾ വായിക്കാം. The book of Hebrews chapter 4 verse 15 onwards. നമുക്കുള്ള മഹാപുരോഹിതൻ, ചേർന്ന് പറഞ്ഞു, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആമേൻ. 15-ാമത്തെ വചനം പറയുന്നു. ആമേൻ സ്തോത്രം. വായിച്ചോ. ആ ആ ആ ആമേൻ. 15-ാമത്തെ വാക്യം പറയുകയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മെ കുറ്റപ്പെടുത്തുന്നവനല്ല, പിന്നെയോ ആമേൻ സ്തോത്രം, പാപമൊഴികെ സർവത്തിലും നമുക്കു തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം, അതുകൊണ്ട്, ഏതുകൊണ്ടാ? നമ്മെ ഒരു നാളും തള്ളിക്കളയാത്ത, ആമേൻ, ഈ ലോകം മുഴുവൻ നമ്മെ വെറുത്താലും, ഈ ലോകം മുഴുവൻ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ എടുത്ത് തെളിവ് സഹിതം എടുത്തു വെച്ച് നമ്മളെ അകറ്റിക്കളഞ്ഞാലും അപ്പോഴും നമ്മെ കൈവിടാത്ത ഒരു നല്ല ദൈവം നമുക്കുണ്ട്. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ആമേൻ സ്തോത്രം, ആർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ആമേൻ സ്തോത്രം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്: നമ്മുടെ അപ്പൻ്റെ സ്നേഹം. ഒരു മതത്തിനും ഒരു വിശ്വാസത്തിനും അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പല ദൈവങ്ങളുടെയും പേര് പറഞ്ഞ് കഴുത്തറുക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് ഓർത്ത് സ്വയം അറുക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനത്തെ ഒരു ദൈവത്തെ ആർക്കും കാണിച്ചു തരാനായിട്ടില്ല. കർത്താവിന് സ്തോത്രം. നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ഒരു നാൾ കൈവിടുകയില്ല. ഇന്ന് രാത്രി ആരെങ്കിലുമൊക്കെ അവൻ വേണ്ടും വേണം പ്രയോജനപ്പെടുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ
ആമേൻ സ്തോത്രം ഉപയോഗപ്പെട്ടില്ല എന്നൊക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, നിന്നെക്കുറിച്ചോർത്ത് സഹതപിക്കുന്ന, സാരമില്ല നിനക്കൊരു സമയം ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരപ്പച്ചൻ നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് കരുണ ലഭിപ്പാൻ തക്ക സമയത്ത് സഹായത്തിനുള്ള ചേർന്ന് പറഞ്ഞ കൃപ പ്രാപിക്കുവാൻ നാം ധൈര്യത്തോടുകൂടി കൃപാസനം ചേർന്ന് പറഞ്ഞ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എങ്ങനെയാ ഒരു തളർന്ന മുഴങ്കാലിനെ ഉറപ്പിക്കുന്നത്? വചനം പറയുകയാ, തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കണം. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി അവൻ ആരെങ്കിലുമൊക്കെ ഭാരപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമ്മളായിരിക്കുന്ന ഈ അവസ്ഥയിൽ അതുപോലെ പ്രിയമുള്ളവരെ, പത്രോസ് പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. 2 പ്രാവശ്യം പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം പത്രോസ് പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. എൻ്റെ അവസ്ഥയെ നീ അറിയുന്നു എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടാൻ തുടങ്ങും. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന രാത്രിയാണ്. കർത്താവിന് സ്തോത്രം. നന്നായിട്ട് പ്രാർത്ഥിപ്പാൻ, അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പരിശീലിപ്പിക്കാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. 1, കൃപയാൽ മാത്രമാണ് ആമേൻ സ്തോത്രം നമ്മുടെ വിശ്വാസ ജീവിതം ഉറപ്പുള്ളതായി തീരുന്നത്. കർത്താവിന് സ്തോത്രം. 2, വായിച്ചോട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 46-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനം. ആമേൻ. കർത്താവിന് സ്തോത്രം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. കർത്താവിന് സ്തോത്രം. ഇംഗ്ലീഷ് കൂടി ഒന്ന് വായിച്ചാൽ നല്ലതാണ്. വേറെ ഏതെങ്കിലും വേർഷനുണ്ടോ? കർത്താവിന് സ്തോത്രം. ഡു നോട്ട് സ്ട്രഗിൾ എന്ന് പറയുന്നൊരു വേർഷനുണ്ട്. കർത്താവിന് സ്തോത്രം. ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ വായിച്ചാട്ടെ. KJV ആണെന്ന് തോന്നുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം യുവർ ഗോഡ്. കർത്താവിന് സ്തോത്രം. ആമേൻ. നമ്മളോട് പരിശുദ്ധാത്മാവ് ചിലപ്പോഴൊക്കെ പറയുന്നത് ഒന്നും മിണ്ടാതിരിക്കാമോ എന്നാ. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ വാതോരാതെ വെടിപൊട്ടുന്നത് പോലെ പ്രാർത്ഥിക്കണമെന്നല്ല. പിന്നെയോ ചിലപ്പോഴൊക്കെ കർത്താവ് പറയുന്നത് കേൾക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ആമേൻ. അവനോട് സംസാരിക്കുക മാത്രമല്ല, അവൻ പറയുന്നത് കേൾപ്പാനും നമുക്ക് സമയമുണ്ടാകണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക എന്ന. സ്പെൻഡ് ടൈം ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. കർത്താവിന് സ്തോത്രം. നമ്മെ സംബന്ധിച്ച് പലപ്പോഴും എൻ്റെ ഒരു കാര്യമാണ്, എനിക്കറിയാവുന്ന എൻ്റെ കാര്യമാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പോകുന്ന വഴി പ്രാർത്ഥിക്കുന്നു. ആമേൻ സ്തോത്രം. ചിലപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു, അത് മുഴുമിപ്പിക്കാൻ പോലും സമയമില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറെ പണിക്ക് പോവുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പ്രാർത്ഥിക്കും. കാരണം പിന്നത്തേതിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ഉറപ്പില്ല. കർത്താവിന് സ്തോത്രം. നമുക്ക് സമയമില്ല. ആമേൻ. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ അവൻ നിൻ്റെ അടുക്കലേക്ക് വരും. ദൈവസന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകാൻ തുടങ്ങും. Mountains will be melted like wax at the presence of the Holy God. ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന ഇടത്ത് നിന്റെ പ്രശ്നങ്ങൾ ഉരുകാൻ തുടങ്ങും. സങ്കീർത്തനം 16-ാമത്തെ അധ്യായം, 16-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ
അവസാനത്തെ വാക്യം 11-ാമത്തെ വാക്യം തോന്നുന്നു പറയുന്നത്, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ഓവർഫ്ലോയിങ് ജോയ്. കർത്താവിന് സ്തോത്രം. വിഷമിച്ചിരിക്കുന്ന ഈ ആൾക്കാർ സന്തോഷത്തോടു കൂടി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത് എങ്ങനെയാ? പലപ്പോഴും നമ്മുടെ സാക്ഷ്യം, ദൈവം എന്നെ ഇത്രത്തോളം സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ തകർന്ന വിഷയങ്ങളുടെ ഒരു പെരുമഴ പുറകെ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനും ഇങ്ങനെ പറയുവാനും സാധിക്കുന്നത്? കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സാന്നിധ്യം. അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവർക്ക് മാത്രം ലഭിക്കുന്ന അവൻ സ്തോത്രം സന്തോഷം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് അത് മാറണം. കർത്താവിന് സ്തോത്രം. നമുക്കറിയാവുന്ന പ്രാർത്ഥനയല്ല യഥാർത്ഥത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൻ്റെ ശബ്ദം കേൾക്കാനും അപ്പൻ്റെ സന്നിധിയിൽ മിണ്ടാതിരുന്ന് അപ്പം പറയുന്നത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ് അവൻ സ്തോത്രം. ഹല്ലേലൂയ. ശരിയായ ദൈവസാന്നിധ്യം, ശരിയായ പ്രാർത്ഥന. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഒന്നും പ്രാർത്ഥിച്ചില്ലേലും നല്ലൊരു പാട്ടൊക്കെ വെച്ചിട്ട് കുറച്ചു നേരം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാമോ? ഈ പ്രസംഗത്തിൽ നിന്നൊക്കെ നീ പഠിക്കുന്നതിനേക്കാളും വലിയ കാര്യം പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. കർത്താവിന് സ്തോത്രം. ഒരു മനുഷ്യന് ഭൂമിയിൽ ആർക്കും പറഞ്ഞു തരാൻ പറ്റാത്ത വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് അവൻ്റെ സന്നിധിയിൽ വെച്ച് പകർന്നു തരും. കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന ഈ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അവൻ വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ച. കർത്താവിന് സ്തോത്രം. 1 Corinthians chapter 11. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. chapter 11 verse number 23. എങ്ങനെയാ? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയാണ്. അവർക്ക് മനസ്സിലാകുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ പൗലോസ് ഉണ്ടായിരുന്നു. പിന്നെ എവിടെ നിന്ന് കിട്ടി പൗലോസിന് ഇത്ര വ്യക്തമായിരിക്കുന്ന ചിത്രം? വചനം പറയുക, ഞാൻ കർത്താവിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാ. Be still and know that I'm your God. ദൈവസന്നിധിയിൽ ഇരിക്കുന്നവൻ ലോകത്തെ അതിശയിപ്പിക്കുന്നത് ചിലത് പ്രാപിക്കും. ഹല്ലേലൂയ. പൗലോസ് പറയുക, ഞാൻ പ്രാപിച്ചതാ, അതുകൊണ്ട് എനിക്ക് സംശയമില്ല. പത്രോസ് പറഞ്ഞത് കേട്ടതാ, അതുകൊണ്ട് എനിക്ക് സംശയമില്ലെന്നല്ല. പിന്നെയോ, ഞാൻ കർത്താവിൽ നിന്ന് നൂലെ കെട്ടി ഇറക്കിയതാ. കർത്താവിന് സ്തോത്രം. കർത്താവിനോട് അടുത്ത് ചെല്ലുവേൻ, അവിടുന്ന് നമ്മളോടും അടുത്ത് വരും. കർത്താവിന് സ്തോത്രം. 3-ാമത്തെ കാര്യം, കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നാളെ ആമേൻ എക്സാമൊക്കെയാണ്. ആമേൻ. അങ്ങനെ നമ്മുടെ സമയത്തിൻ്റെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര വിഷയങ്ങളായിരുന്നു. എല്ലാത്തിനും ഒരു 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 വ്യത്യാസം കർത്താവ് വരുത്താൻ പോവുകയാണ് വേഗത്തിൽ. അടുത്ത ആഴ്ച മുതൽ നമുക്ക് ഈ ഹോളില്ല. വേറെ എവിടെയാണ് ആരാധിക്കുന്നതെന്ന് നമുക്ക് അറിയാനും പാടില്ല. വിഷമിക്കേണ്ട കാര്യമില്ല, കർത്താവിനെ നന്നായിട്ട് അറിയാം. വായിച്ചാട്ടെ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നവൻ, കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നവൻ
നീ ചെയ്യുമോ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ചോദിക്കില്ലേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവൻ കർത്താവിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവത്തെ, അവൻ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും. ഇപ്പൊ കർത്താവിൻ്റെ അടുത്ത് വരുവിനെന്ന് പറയുന്ന വാക്കിനകത്ത് അവൻ സ്തോത്രം കർത്താവ് ആഗ്രഹിക്കുന്നൊരു കാര്യം, അവൻ സ്തോത്രം കർത്താവിൻ്റെ അടുക്കൽ വരുന്നവൻ എങ്ങനെയായിരിക്കണം? ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന മാറിയേ പറ്റൂ. ഹല്ലേലൂയ. എത്ര പ്രാർത്ഥിച്ചിട്ടും വിഷയം, ആമേൻ, മറുപടി ഇല്ലാത്ത വിഷയത്തിനും ദൈവസന്നിധിയിൽ അടുത്ത് വരണമെങ്കിൽ കർത്താവിനോട് പറയാൻ പറ്റണം, നീ ചെയ്യും. Still I believe that you are going to do that. 3 വർഷമായിട്ട് ഈ ദേശത്ത് മഴയില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ ഏലിയാവേ, നീ ചെന്ന് പറയണം, അവൻ സ്തോത്രം മഴ പെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചെന്നു പറഞ്ഞു, ആമേൻ സ്തോത്രം മഴ കണ്ടിട്ടില്ല. ആഹാബിനോട് പറഞ്ഞു, ആമേൻ സ്തോത്രം രഥം പൂട്ടി നിന്റെ കാറും എടുത്ത് നീ പറന്നോ 160. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വചനം പറയുന്നത്, ഏലിയാവ് പ്രസവ വേദനയെടുത്ത് പ്രസവിക്കുന്ന ആമേൻ സ്തോത്രം പോലെ മുഴങ്കാലയിൽ ഇരിക്കുക, തല കാലിൻ്റെ ഇടയിൽ വെച്ച് പ്രാർത്ഥിക്കുക. വചനം പറയുന്നത്, ആമേൻ സ്തോത്രം 7 പ്രാവശ്യം ബാല്യക്കാരനെ വിട്ടു. 6 പ്രാവശ്യവും ബാല്യക്കാരൻ പറഞ്ഞു ഒരു സാധനവും ഇല്ല. ലാസ്റ്റത്തെ പ്രാവശ്യം ആമേൻ ചെക്കൻ വന്നിട്ട് പറഞ്ഞു, കർത്താവിന് സ്തോത്രം, ഒരു കയ്യോളം വേഗം കാണുന്നുണ്ട്. ദൈവദാസൻ പറയുന്നത് എന്താണെന്നറിയാമോ? 7 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത വിഷയം, അല്ലെങ്കിൽ 7 പ്രാവശ്യം കാത്തിരുന്നിട്ട് നടക്കാത്ത കാര്യം, 3 വർഷമായിട്ട് ഒരു തുള്ളി മഴ പെയ്യാത്ത സ്ഥലം. ആമേൻ സ്തോത്രം. വചനം പറയുന്നത്, ഏലിയാവ് പറയുകയാണ്, ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എവിടെ കേട്ടു മഴയുടെ മുഴക്കം? ഒരു കൈയോളം വേഗം. അത് വേണമെങ്കിൽ ആമേൻ സ്തോത്രം എപ്പോൾ വേണമെങ്കിലും ഡിഫ്യൂസ് ചെയ്ത് പോകാം. കർത്താവിന്റെ സ്തോത്രം. ഏലിയാവ് പറയുക, ഒരു ചെറിയ മഴയല്ല, വലിയ മഴ. വിശ്വാസമുള്ളവൻ്റെ പ്രാർത്ഥന മാറിയേ പറ്റൂ. ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവൻ്റെ പ്രാർത്ഥന മാറിയേ പറ്റൂ. കർത്താവിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, കർത്താവ് ലോകമെങ്ങുമുള്ള സകല വിശ്വാസികളെയും സഹായിക്കണേ, എല്ലാ ഇവാഞ്ചലിസ്റ്റുമാരെയും രക്ഷിക്കണമേ, എല്ലാവരും സുവിശേഷം കേൾക്കണേ, എല്ലാവരും രക്ഷിക്കണമേ, മഴ മാറണേ, വെയിൽ മാറണേ, അങ്ങനെ അങ്ങ് അട്ടച്ചങ്ങ് പ്രാർത്ഥിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അറിയാനും പാടില്ലാതെ എന്തൊക്കെയോ പ്രാർത്ഥിച്ചു കൂട്ടി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് തലയെ കുത്തി വീഴുന്നതല്ല പ്രാർത്ഥന. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ അടുക്കൽ ചൊല്ലുന്നവൻ, ആമേൻ സ്തോത്രം, അവന് ഭയങ്കര വ്യത്യാസമാണ്. അവിടെ വാക്കുകൾ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ടോക്ക് ടു ഗാഡ്. അങ്ങനെയാ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്. ടോക്ക് ടു ഗാഡ്. കർത്താവ് പറയുക, ലിസൺ ടു മീ, എന്നെ കേൾപ്പ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമാണെന്ന് മനസ്സിലാക്കിയാട്ട. ഏലിയാവിൻ്റെ പ്രാർത്ഥന മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനയൊന്നും ആയിരുന്നില്ല, ഒറ്റ പ്രാർത്ഥന. പക്ഷെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ആമേൻ സ്തോത്രം, the fervent prayer of a righteous man availeth much എന്ന് പറഞ്ഞിട്ട് പറയുക, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതത്തെ ചെയ്തു. കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം. ഈ സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ അടുക്കലിരിക്കുന്ന ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന്? പ്രിയമുള്ളവരെ, നമുക്കെന്താ വേണ്ടത്? നമ്മുടെ ബാങ്കിനകത്തുള്ള പ്രശ്നങ്ങൾ മാറണമെന്നോ, അല്ലെങ്കിൽ ജോലിക്ക് പ്രശ്നം മാറണമെന്നോ? നമുക്കെന്താ വേണ്ടത്?
ആമേൻ സഹോദരം, എനിക്ക് ഇന്ന വിഷയമുണ്ട്, ഇന്ന വിഷയത്തിനകത്ത് പ്രശ്നത്തിൽ മാറ്റം വരുത്തണം. അതാണോ പ്രാർത്ഥന? പ്രിയമുള്ളവരെ, എത്ര പേര് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നീ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ശരീരത്തൊന്ന് അനുഭവിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവരെക്കുറിച്ചാണ് ഈ വാക്യം പറയുന്നത്. കർത്താവിൻ്റെ അടുക്കൽ വരുവിൻ, അവൻ നിന്റെ അടുക്കലേക്കും വരും. അവൻ പ്രാർത്ഥിച്ചിട്ടങ്ങ് സന്തോഷം വരുന്നില്ല. കാരണം എന്താ? പ്രതീക്ഷിക്കുന്നത് പറയുന്ന വിഷയമൊന്നുമല്ല, പിന്നെയോ പ്രതീക്ഷിക്കുന്നത് സാന്നിധ്യമാണ്. അവൻ കാത്തിരിക്കുന്നത് ദൈവത്തിന്റെ സ്പർശനമാണ്. നീ ഇവിടെ ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. ഓ ഹല്ലേലൂയ! പ്രാർത്ഥിക്കുന്നവൻ ദാഹിക്കുന്നവനാ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുന്നവൻ. നിന്റെ സാന്നിധ്യം എനിക്ക് മതി. Your presence is heaven to me എന്ന് പറയുന്നവനെ കുറിച്ചുള്ള വാക്യമാണ് നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വല്ലാത്ത പ്രാർത്ഥനകൾക്കൊന്നും ഒരു കാര്യവുമില്ല. നിന്റെ ഈ ചപ്പ് പ്രാർത്ഥനകൾക്ക് ഒരു പ്രസക്തിയുമില്ല. അപ്പന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ ഉള്ള സാന്നിധ്യത്തിന്റെ ശക്തിക്കകത്ത് നീ അതിനേക്കാൾ കൂടുതൽ എന്തു പറയാനാ? നിന്റെ കുഞ്ഞിന്റെ ആമേൻ സഹോദര കൊച്ചു വിഷയവുമായിട്ട് നീ ചെന്ന് നിൽക്കുകയാണോ? ദൈവത്തിന്റെ മഹാദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ട സ്ഥലത്ത്, പർവ്വതം ഒരുങ്ങുന്ന സ്ഥലത്ത്, ആമേൻ, ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് പർവ്വതം ഒരുങ്ങുന്ന സ്ഥലത്ത് പോയിട്ട് നീ എന്തു പറയും സഹോദര? അവിടെ പോയിട്ട് നീ എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നേ? ഹല്ലേലൂയ! ഇതിനകത്ത് ചിലതിന്റെ പ്രാർത്ഥനകളെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യാൻ പോവുക. നീ ലോകത്തിനകത്ത് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ചാനലായിട്ട് മാറാൻ പോവുക. നിന്നെ ദൈവം ആഗ്രഹിക്കുന്നു, നിന്നെ ദൈവത്തെ അവൻ നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ സ്വതന്ത്രം നീ വലിയ വിഷയമാണെന്ന് പറയുന്ന ആ വിഷയത്തെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണമെന്നല്ല, പിന്നെയോ സാന്നിധ്യത്തെ ചുമക്കുന്ന നീ ഒരു രാജ്യത്തിനകത്ത് കൊണ്ട് നിർത്തിയാ മതി, ബാക്കി സ്വർഗം ചെയ്തോളും. ആമേൻ. ഒരു ചാനലായിട്ട് മാറുവാൻ, പരിശുദ്ധാത്മാവിന്റെ ഒരു കണ്ടക്ടറായിട്ട് മാറുവാൻ സ്വർഗം ചിലതിനെ തിരയുന്ന രാത്രിയായി ഇന്നത്തെ രാത്രി. ഈ അബുദാബി പട്ടണത്തിനകത്ത് സ്വർഗത്തിനെ കണക്ട് ചെയ്യാനായിട്ട് ആമേൻ സ്തോത്രം ഒരു കണ്ടക്ടർ നോക്കിക്കൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ്. നീ നിൽക്കുന്ന സ്ഥലത്തിനകത്ത് ദൈവം അത്ഭുതത്തെ ചെയ്യാൻ പോവുക. നീ നടക്കുന്ന വഴിയിൽ പരിശുദ്ധാത്മാവ് അത്ഭുതത്തെ ചെയ്യാൻ പോവുക. നിന്റെ ജീവിതത്തെ സ്വർഗം മാറ്റാൻ പോവുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ദൈവം ഇന്ന് രാത്രി നിന്റെ അവസ്ഥയെ മാറ്റും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ തീ അവരിയ്ക്കുന്ന സ്ഥലത്ത് വന്നിറങ്ങി, അവരിയ്ക്കുന്ന ഓരോരുത്തന്റെ മേലും വന്ന് റെസ്റ്റ് ചെയ്തെന്ന വചനം എഴുതിയിരിക്കുന്നത്. ഇന്ന് രാത്രി കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നവൻ പ്രതീക്ഷിക്കേണ്ടത് അവൻ ചെറിയ കാര്യങ്ങളൊന്നുമല്ല, പിന്നെയോ ദൈവത്തിന്റെ സാന്നിധ്യ ശക്തിയെ അവൻ എന്റെ തലയിലോട്ട് വെച്ചാട്ടെന്ന് പറയുന്ന ഒരു ഈ അബുദാബി പട്ടണത്തെ സ്വർഗം പിടിക്കും. ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്ന നിന്നെ കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഈ അബുദാബിയെ പിടിക്കും. പത്രോസേ, നീ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്നിട്ടുണ്ടാകത്തില്ല, എന്നാൽ പെന്തിക്കോസ്തിന്റെ മാളിക മുറിയിൽ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ കണക്ഷൻ അവൻ എസ്റ്റാബ്ലിഷ് ആയാൽ ആമേൻ സ്തോത്രം നീ തന്നെ എഴുന്നേറ്റ് നിൽക്കും. മുക്കുവനായിരിക്കുന്ന പത്രോസിനോട് പറയുക,
ആമേൻ സ്തോത്രം. പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുക, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെയാ ഞാൻ പ്രസംഗിക്കുന്നേ. ആമേൻ. I preach the Christ crucified. Amen. ആമേൻ. ഇതേ പത്രോസ ആമേൻ സഹോദര കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബാല്യക്കാരത്തിയുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോയത്. ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരാമോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് അപ്പുറം സ്വർഗം ചെയ്യാൻ പോവുകയാ. I said, നിന്റെ പ്രാർത്ഥനയ്ക്കപ്പുറം. പ്രിയ ദൈവവൈതലേ, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കയറ്റാൻ പോവുകയാണ്. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. ഒരു പടി കൂടി കടന്നുകൊണ്ട് ഞാൻ പറയട്ടെ, നിന്റെ ബുദ്ധിക്ക് പിടിക്കാൻ പറ്റാത്ത ആമേൻ സ്തോത്രം ഒരു മണ്ഡലത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കയറ്റാൻ പോവുകയാണ്. ഓ ഗ്ലോറി, ഓ ഗ്ലോറി. ദൈവസന്നിധിയിലേക്ക് അടുത്തുവോ, അടുത്തുവോ. ആമേൻ. ചില ഏലിയാവുമാരെ സ്വർഗം തിരയുകയാ, സ്വർഗം തിരയുകയാ. ചില ഏലിയാവുമാരെ ആമേൻ ഞാനൊരു മഴയുടെ മുഴക്കം കേൾക്കുന്നു എന്ന് പറയുന്ന ശ്യാമകാലത്തിന്റെ മധ്യത്തിനകത്ത് ദൈവം ഇതിനെ നനയ്ക്കാൻ പോവുകയാണെന്ന് പറയുന്ന ഈ അബുദാബി പട്ടണത്തിനകത്ത് പറിച്ചു കളയുകയല്ല, ഇതിനകത്ത് നാട്ടു നനച്ചു വളർത്തുമെന്ന് പറയുവാൻ വിശ്വസിപ്പാൻ ഒരു സൈന്യത്തെ ദൈവം നോക്കുകയോ. എത്ര പേര് കർത്താവിനോട് പറയും, കർത്താവെ നീ ചെയ്യാൻ പോകുന്നത് എന്റെ ബുദ്ധിക്ക് പിടിക്കാൻ പറ്റുന്ന കാര്യമല്ല, പിന്നെയല്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ എന്തു പ്രാർത്ഥിക്കാനാ? എന്റെ പ്രാർത്ഥനയ്ക്ക് അപ്പുറം ചെയ്യാനായിട്ടിരിക്കുന്ന നീ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ബുദ്ധിക്ക് അപ്പുറം ചെയ്യാനായിട്ടിരിക്കുന്ന നിന്നെ നോക്കി ഞാൻ എന്തു പ്രാർത്ഥിക്കും? ആമേൻ. പരിശുദ്ധാത്മാവ് പറയുക, be still, be still and know that I'm your God. മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. നിന്റെ ബുദ്ധിക്കകത്ത് നീ ചെയ്യാൻ നോക്കിയ എപ്പോ പരാജയപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവിന്റെ അടുക്കലേക്ക് നീ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ആമേൻ സ്തോത്ര കൃപയിൽ ആശ്രയിച്ച് കടന്നു വരുമെങ്കിൽ കർത്താവ് നിന്റെ ജീവിതത്തെ മാറ്റാൻ പോവുക. വചനം പറയുന്നു, കൃപയുടെ സന്നിധാനത്തിലേക്ക് തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനായിട്ട് അതിധൈര്യത്തോടു കൂടി കൃപാസനത്തിലേക്ക് അടുത്തില്ല. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അടുത്തൊരു വാക്യം വായിക്കുക. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. എങ്ങനെയാ ദൈവ സാന്നിധ്യത്തിന് അടുക്കിലേക്ക് ചെല്ലുന്നത്? കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിലേക്ക് എങ്ങനെയാ കയറുന്നത്? കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. വചനം പറയുകയാ, ആമേൻ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. ചേർന്ന് പറഞ്ഞ്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. ദൈവത്തിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനം. പ്രിയമുള്ളവരെ, അവരുടെ പ്രത്യേകത ഭയങ്കര പ്രത്യേകതയാണ്. അവർ ചിലപ്പോൾ ഒത്തിരി പ്രാവശ്യം വീണിട്ടുണ്ടാകും, ഒത്തിരി പ്രാവശ്യം അവർക്ക് കുറവ് വെച്ചിട്ടുണ്ടാകും, ഒത്തിരി പ്രാവശ്യം അവർക്ക് നടക്കാൻ പറ്റത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ആമേൻ അവർ ചിന്തിച്ച് വിഷമിച്ചു പോയിട്ടുണ്ടാകും. എന്നാൽ വചനം പറയുകയാ, അവര് ആമേൻ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചാൽ, വചനം പറയുക, തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, അവൻ തൻ്റെ പ്രമാണത്തെ വിട്ട് ഒന്നും ചെയ്യത്തില്ല. പെന്തിക്കോസ്തുകാർക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചത് അവർ പറയുന്നത് പോലെ കർത്താവ് തൻ്റെ വചനത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന. ആമേൻ. ഞാൻ വിശ്വാസി, അതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഒരു ചിന്ത. കർത്താവിന് സ്തോത്രം. എനിക്ക് വചനം അറിയാമെന്ന് പറയുന്ന ഒരു ചീർപ്പ്. വചനം പറയുക, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന പെന്തിക്കോസ്തുകാരാ,
നീ നിന്നെ തന്നെ താഴ്ത്തിയാൽ, ചേർന്ന് പറഞ്ഞേ, താഴ്ത്തിയാൽ. ഇന്ന് രാത്രി എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഇത് പെന്തിക്കോസ്തുകാരൻ്റെ വചനമാണ്. ഇത് പുറത്തുള്ളവനോടുള്ള വചനമല്ല, ഇത് അകത്തിരിക്കുന്നവനോടുള്ള വചനമാണ്. എൻ്റെ നാമം അത് നമ്മളെ കുറിച്ചാ. അവരെന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവ് തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ, അതൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റാ. പലപ്പോഴും നമ്മൾ തട്ടി നിന്നുപോയത് അവിടെയാ. വിട്ടു തിരിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. കാരണം നമ്മളെങ്ങനെ തെറ്റുപറ്റുന്നത്? നമ്മൾ വിശ്വാസികളല്ലേ. ലോകത്തിന് തെറ്റുപറ്റും, നമുക്ക് തെറ്റുപറ്റത്തില്ല. അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചു വച്ചിരിക്കുന്നത്. വചനം പറയുന്നത് വിശ്വാസിക്ക് മാനസാന്തരം വേണമെന്നാ, വിശ്വാസി അനുദവിക്കണമെന്നാ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എത്ര പേർക്ക് ഈ വചനത്തോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും? ഇന്ന് രാത്രി കർത്താവിനോട് അടുത്ത് വരണമെങ്കിൽ ആമേൻ സോദരം, കൃപ പ്രാപിച്ചേ പറ്റൂ. ആരാ കൃപ പ്രാപിക്കുന്നത്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കൃപ പ്രാപിക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലാൻ പറ്റത്തില്ല. കൃപയാൽ അല്ലാതെ നിന്റെ പ്രാർത്ഥന മുന്നോട്ട് പോകത്തില്ല. നിന്റെ ബുദ്ധി കൊണ്ട് നീ എത്ര തീരുമാനിച്ചാലും ഇന്ന് രാത്രി നീ തട്ടി വീഴും. കർത്താവിന് സ്തോത്രം. എന്നാൽ കൃപയുണ്ടെങ്കിൽ നീ ചൊല്ലും, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ കടക്കും. ആരാ കൃപ പ്രാപിക്കുന്നേ? യാക്കോബിന്റെ ലേഖനം പറയുകയാ, ആമേൻ സ്തോത്രം, അവിടുന്ന് നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് താഴ്ത്താൻ പറഞ്ഞിരിക്കുന്നത്. ദൈവസന്നിധിയിൽ താഴ്ത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ കൃപ എന്ന് പറയുന്ന സാധനം നമ്മുടെ അടുത്തിലേക്ക് വരത്തില്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മൾ എന്തിനാ പ്രിയമുള്ളവരെ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു? വിട്ടുകൊടുത്തൂടെ? നമ്മുടെ ഹൃദയത്തിനകത്ത് ചിലതൊക്കെ വിട്ടുകളയാൻ നമുക്ക് പറ്റിയ ദൈവം ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയെ നമുക്ക് മുമ്പിൽ തുറന്നിടും. ഹല്ലേലൂയ. ഒരിക്കൽ യോശുവയുടെ പുസ്തകത്തിനകത്ത് ഒരിക്കൽ യോശുവയും കൂട്ടരും ഒരു യുദ്ധത്തിന് പോയത് കാണുന്നുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഏത് പട്ടണമാ? ആയി പട്ടണം അല്ലേ? ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് AI എന്നാ. ഞാൻ പ്രൊനൗൺസിയേഷൻ ചെക്ക് ചെയ്തു. AI അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. AI പട്ടണത്തിനകത്ത് യോശുവയും കൂട്ടരും തോറ്റു തുന്നം പാടിയപ്പോ യോശുവയുടെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിന് 4, 5, 6 വാക്യങ്ങളൊന്ന് വായിക്കാമോ? പെട്ടെന്ന് വായിച്ചു. കർത്താവിന്റെ സ്തോത്രം. ദൈവം ഒരു അത്ഭുതം ഇന്ന് രാത്രി ചെയ്യും. ഒരു വിടുതലിന്റെ കരം ഇന്ന് രാത്രി ചെയ്യും. അടുത്ത 5 നിമിഷങ്ങൾക്കകം ദൈവം ഒരു പ്രവൃത്തി ദൈവം ചെയ്യും. വചനം പറയുകയാ, അങ്ങനെ ജനത്തിൽ വായിച്ചോ. ദൈവജനം 3000 പേര് പോയി, പക്ഷേ അവർ തോറ്റോടി പോന്നു. ദൈവജനം തോക്കോ? 8 നിലയെ പൊട്ടി പരാജയപ്പെട്ടു. കർത്താവിന്റെ സ്തോത്രം. തോറ്റ് ഓടിപ്പോരുകയാ. വചനം പറയുന്നു, വായിച്ചു അടുത്ത വാക്യം. വായിച്ചു, പെട്ടെന്ന് വായിച്ചു. അടുത്ത വാക്യം. ആമേൻ. യോശുവയെ കുറിച്ച് പറയുക, യോശുവ
പരാജയപ്പെട്ട് കഴിഞ്ഞ് അവൻ സ്വതന്ത്രം തകർന്ന മനുഷ്യനായിട്ട് പെട്ടകത്തിന് മുമ്പിലേക്ക് നെടുമ്പാട് വീണ് കിടന്ന് അവൻ സ്വതന്ത്രം പൂഴി വാരിയിട്ട് ദൈവസന്നിധിയിൽ സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നുവെന്ന്. കർത്താവിന് സ്തോത്രം. വചനം പറയുക, എന്തുകൊണ്ടാ കർത്താവേ പെന്തിക്കോസ്തുകാരനായ എനിക്കിങ്ങനെ? അതാ യോശുവയുടെ പ്രാർത്ഥന. മേഘത്തണലിലും അഗ്നിസ്തംഭത്തിലും നിന്റെ ശബ്ദം കേട്ട് അവൻ മരുഭൂ പ്രയാണം ചെയ്ത അവൻ സിയോൻ ഗീതാവലി പാടിയ കപ്പയും അവൻ സ്വതന്ത്ര ചായയും കുടിച്ച് ആരാധിച്ച് ഞങ്ങൾക്കെങ്ങനെ ഇങ്ങനെ വന്നു? അതാ ചോദ്യം. ആമേൻ. ഈ പട്ടണത്തിനകത്തെ കർത്താവേ, നിന്റെ ജനം എന്തുകൊണ്ട് പരാജയപ്പെട്ടു? യുവർ പീപ്പിൾ, നിന്റെ ജനം. ആമേൻ. 7:10 വാക്യം ഒന്ന് വായിച്ചേ. യഹോവ യോശുവയോട് അരുളി ചെയ്തു, സ്റ്റാൻഡ് അപ്പ്. നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? Why are you here? ആമേൻ. എഴുന്നേൽക്ക്. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം, ഇസ്രായേൽ പാപം ചെയ്തു, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള നിയമം. ചേർന്ന് പറഞ്ഞ നിയമം. ദൈവത്തിന്റെ നിയമത്തെ പെന്തിക്കോസ്തുകാരൻ വിചാരിച്ചാലൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കർത്താവ് ഒരുത്തരെ നോക്കത്തില്ല. ഈ പുസ്തകത്തെ മാറ്റി മറിച്ചേച്ചു കർത്താവ് ഒരു പണിക്കും നിൽക്കത്തില്ല. വചനം പറയുകയാ, ആമേൻ സ്തോത്രം, അവർ എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശബദാർപ്പണം മോഷ്ടിച്ച് അടുത്ത വാക്യം, ആമേൻ. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായതുകൊണ്ട്. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ടാ? എന്റെ നിയമത്തെ ലംഘിച്ചതുകൊണ്ട്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം പറയുകയാ, വായിച്ചു. കർത്താവിന് സ്തോത്രം. ചിലത് നീക്കിയില്ലെങ്കിൽ കർത്താവിന്റെ അടുക്കൽ ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? Draw near to me, come near to me, I'll come near to you. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലണമെങ്കിൽ ആമേൻ സ്തോത്രം, ചിലത് മൂടി വച്ചിരിക്കുന്ന, ചിലത് നിയമം തെറ്റിച്ച ചില സംഭവം ഒന്ന് കളഞ്ഞാൽ മതി. അടുത്ത വാക്യം വായിച്ചോ, പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചോ. നീ എഴുന്നേറ്റ് consecrate your people. Tomorrow you should consecrate your people. I'm going to do a miracle in the midst of your temple. നിന്റെ മധ്യത്തിൽ ഞാൻ ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോകുക. ഇന്നു രാത്രി യോശുവയെ, നീ നിന്റെ സഭയെ ശുദ്ധീകരിക്കുമോ? വർഷങ്ങൾ കൊണ്ട് ചോദിച്ചിട്ട് മറുപടി ഇല്ലാത്തതിന് കർത്താവ് പറയുക, ഇന്നു നീ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന രാത്രി 9:30 മണിക്ക് നിനക്ക് മനസ്സ് വെക്കാമോ? നാളെ ഞാൻ അത്ഭുതം ചെയ്യും. നീ നടക്കത്തില്ലെന്ന് പറഞ്ഞ, നീ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് കേൾക്കത്തില്ലെന്ന് പറഞ്ഞ അതേ വിഷയത്തിന്റെ മുമ്പിൽ നീ ഈ പട്ടണക്കാരുടെ മുമ്പിൽ തോടിയില്ലേ? കർത്താവിന് സ്തോത്രം. അവിടെ സ്വർഗം നിന്നെ ജയിപ്പിക്കും. ചിലത് കളയാൻ തയ്യാറായാൽ മതി. ഹല്ലേലൂയ. അടുത്ത വാക്യം, 13-ാമത്തെ വാക്യം, 12-13. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നിന്റെ നടുവിൽ ഇരിക്കുന്ന ശാപത്തെ എന്ത് ചെയ്യണം? നീ മാറ്റിക്കളയണം. കർത്താവിന് സ്തോത്രം. വായിച്ചോ.
ആ ആമേൻ സഹോദരം. അന്ന് ആഖാൻ എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ താൻ എടുത്തുകൊണ്ടുവന്ന് വെച്ച് മൂടി വെച്ച സംഭവം എടുത്ത് പുറത്ത് കൊണ്ടുവന്നു. എല്ലാവരും കൂടി അവനെ കത്തിച്ച് ചുട്ട് ആമേൻ സഹോദര കല്ലെറിഞ്ഞ് അവനെ കൊന്ന് ആമേൻ സഹോദര ആമേൻ ശാപത്തെ അവരുടെ ടെന്റ് ചെയ്ത് മാറ്റിക്കളഞ്ഞു. വചനം പറയുന്നത് ആ 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 ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. മതി സഹോദര, കർത്താവിന് സ്തോത്രം. വചനം പറയുക, ആകാൻ ചെയ്തു വെച്ച പാപത്തെ അവർ മാറ്റിക്കളഞ്ഞപ്പോൾ യഹോവ അവർക്ക് ഈ പട്ടണത്തിനകത്ത് വിജയം കൊടുത്തു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ വിട്ടുകളയാൻ ഭയങ്കര പാടാ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറാതെ ദൈവം ചെയ്യത്തുമില്ല. ആമേൻ. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. നിന്റെ ശത്രുക്കൾ നിനക്ക് പുറം കാട്ടുമാറാക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഐ ആം നോട്ട് വിത്ത് യു. ആമേൻ. എന്താ കാര്യം? നിയമത്തെ തെറ്റിച്ചു. ഇന്ന് രാത്രി കർത്താവിൻ്റെ തിരുസന്നിധി നമ്മൾ പഴയ നിയമത്തിനകത്തെ ആൾക്കാരല്ല. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. കൃപയാൽ നമ്മൾ നിലനിൽക്കും. ഇന്ന് രാത്രി കൃപയുടെ സിംഹാസനത്തിന് അടുത്തേക്ക് അതിധൈര്യത്തോടെ ചെല്ലാൻ വേണ്ടി കർത്താവ് നമ്മെ വിളിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വ്യത്യാസം വരുത്തുവാൻ, ദൈവസന്നിധിയിൽ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് തിരിച്ചറിയാനായിട്ട് കർത്താവ് പറയുമ്പോൾ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്തു വരുവേൻ. ആ വാക്യം വായിച്ച നമുക്ക് നിർത്താം. കർത്താവിന് സ്തോത്രം. വായിച്ചാട്ടെ. യാക്കോബിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെയുള്ള നമ്മുടെ കുറിവാക്യം ഒരിക്കൽ കൂടി വായിച്ചാട്ടെ. ആമേൻ. നമ്മുടെ സഹോദരന്മാരെ മുന്നോട്ട് വന്നാട്ടെ. കൊയർ ടീം കം. ദൈവത്തോട് അടുത്ത് ചെല്ലുവൻ. ചേർന്ന് പറഞ്ഞ്, ദൈവത്തോട് അടുത്ത് ചെല്ലുവൻ. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം. അത് വെറും ഒരു പ്രാർത്ഥനയല്ല, അതൊരു അനുഭവമാണ്. നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് സാന്നിധ്യം വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കണം. വായി കൊണ്ട് നീ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുകയല്ല. കർത്താവേ, ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും, എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയാതെ എനിക്ക് ഇവിടുന്ന് പോകണ്ട എന്ന് പറയുന്നൊരു തലം. വചനം പറയുകയാണ്, അടുത്തു ചെല്ലുവിന്, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തോട് അടുത്തു വരുന്നവൻ കൈകളെ വെടിപ്പാക്കണം. വാഷ് യുവർ ഹാൻഡ്സ്. കർത്താവിന് സ്തോത്രം. എത്ര പേര് കർത്താവിനോട് പറയും? കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയൊന്നും പൊക്കണ്ട. എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. ഒരിക്കലും ഒരു സഹോദരൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരിക്കലും എന്നോട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചാലല്ലേ കാര്യങ്ങളൊക്കെ. ആമേൻ സ്തോത്രം. ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി, ആമേൻ സ്തോത്രം. അപ്പോൾ അവൻ പറയാ, കർത്താവിനെല്ലാം അറിയാലോ, പിന്നെ എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? കർത്താവിന് സ്തോത്രം. നല്ലൊരു ചോദ്യമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു കീയാ പ്രാർത്ഥന. അതിട്ട് തുറക്കാനെങ്കിലും നമുക്ക് അതിനെങ്കിലും ഒന്ന് മനസ്സ് വെച്ചാൽ ആമേൻ സ്തോത്രം, നമ്മൾ രക്ഷപ്പെടും. പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലെങ്കിൽ, ഇതുവരെ പ്രാർത്ഥിക്കാൻ നേരെ ചൊവ്വേ പറ്റിയിട്ടില്ലെങ്കിൽ, ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. കൺഫസ് യുവർ സിൻസ്. നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഒന്ന് ഏറ്റു പറഞ്ഞാട്ട് അത് നമുക്ക് ചെയ്യാലോ. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം മുതൽ അവൻ എഴുന്നേറ്റ സമയം മുതൽ ഈ സമയം വരെയുള്ള സകല പാപങ്ങളും ചെയ്ത് കൂട്ടിയത്, കണ്ണുകൊണ്ട് ചെയ്തത്, ഹൃദയം കൊണ്ട് ചെയ്തത്, ചിന്തിച്ചത്, പറഞ്ഞത്, വെറുതെ ചുമ്മാ ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? എന്തിനാന്നല്ലേ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ കൈകളെ വെടിപ്പാക്കണം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ
കൈകളെ വെടിപ്പാക്കണം. പിന്നെ രണ്ടാമത്, ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് ഒരു വിഷയത്തിനാണ്, പക്ഷേ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് വേറെ ചിന്തകളൊക്കെ ഇങ്ങനെ വന്ന് ക്ലൗഡ് ചെയ്ത് ഇതൊക്കെ അങ്ങ് സപ്രസ് ചെയ്ത് പോവുകയാണ്. ശരിയല്ലേ? ആമേനൊന്നും പറയല്ലേ? നാട്ടുകാരെല്ലാവരും അറിയും. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെയൊക്കെ കാര്യമാണ് ഞാനീ പറയുന്നത്. അവരെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഇരു മനസ്സ്, കോൺസെൻട്രേറ്റഡ് ഫോക്കസ്ഡ് പ്രെയർ അല്ല. പിന്നെയോ പ്രാർത്ഥനയ്ക്കകത്ത് വേറെ എല്ലാം കൂടി അങ്ങ് ഫ്ലഡ് ചെയ്യുക. ഹല്ലേലൂയ. വചനം പറയുക, നിന്റെ ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. അടുത്ത വാക്യം, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഒരു യാചനയോടെ ഇരുന്നാട്ടെ, ഒരാഗ്രഹത്തോടെ ഇരുന്നാട്ടെ, വലിയ ദാഹത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കർത്താവ് നീ ചെയ്യണമേ എന്ന് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. നിന്റെ ചിരി ദുഃഖമായിട്ടും സന്തോഷം വിഷാദമായിട്ടും തീരട്ടെ എന്ന് പറഞ്ഞാൽ നിനക്ക് കഷ്ടപ്പാട് വരട്ടെ എന്നല്ല. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ ഹൃദയം അങ്ങനെ വേണോ ഇരിക്കാൻ. അടുത്ത വാക്യം, കർത്താവിന്റെ സന്നിധിയിൽ താഴുവേൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവിന് സ്തോത്രം. ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരണമെങ്കിൽ കൃപ പ്രാപിക്കണം. എങ്ങനെയാണ് നമ്മൾ കൃപ പ്രാപിക്കുന്നത്? കൈകളെ കഴുകാൻ നമുക്ക് സാധിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആകാൻ ഒളിപ്പിച്ചു വെച്ച ചിലത് ആമേൻ ഇസ്രായേൽ ജനം എടുത്ത് കളഞ്ഞപ്പോൾ ആമേൻ അവർ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ കളയേണ്ടിയ ചിലത് ഇന്ന് രാത്രി കളയുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവസന്നിധിയിൽ പിടി വാശി കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. എന്നാൽ താഴ്ത്തി സമർപ്പിക്കുന്നവർ ഒരൊറ്റ നിമിഷം കൊണ്ട് ദൈവസന്നിധിയിൽ വലിയത് പ്രാപിപ്പാനിടയാകും. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ കണ്ണുകളും ഒരിക്കലും അടയ്ക്കാം. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, നിന്നെ അറിയുവാൻ കർത്താവേ എനിക്ക് കൃപ നൽകണമേ, എനിക്ക് കൃപ നൽകണമേ. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ചേർന്ന് നിൽപ്പാൻ, നിന്റെ സാന്നിധ്യത്തിൻ്റെ മഹത്വം അനുഭവിച്ചു കൊണ്ടിരിപ്പാൻ കർത്താവേ അങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് തരണമേ. ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എന്നും കുന്നും എല്ലായ്പ്പോഴും ഒരേ പ്രാർത്ഥന, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ, എൻ്റെ സഭയെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അല്ലാത്തൊരു തലം കർത്താവെ, നിന്റെ സാന്നിധ്യം, അപ്പാ നിന്റെ മാറിൻ്റെ ചൂട്, കർത്താവെ നിന്റെ ആണിപ്പഴുതാർന്ന കരം എന്നെ തലോടുന്നത് ഞാൻ അനുഭവിക്കണം. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ അങ്ങനെയൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവെ എനിക്ക് സാധിക്കണമേ. നിന്നെ ഒന്ന് അനുഭവിപ്പാൻ, എൻ്റെ ഹൃദയം കൊണ്ടൊന്ന് അനുഭവിപ്പാൻ കർത്താവെ, നിന്നോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിനകത്ത് നിറച്ച് ഇന്ന് രാത്രി നിന്നെ ഒന്ന് കൂടുതൽ അറിയാതെ എങ്ങനെയാ സ്നേഹിക്കുക യേശുവേ, ഇന്ന് രാത്രി കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം ഒന്ന് നിറയ്ക്കണമേ. ഇന്ന് രാത്രി ഞങ്ങൾ ഈ സഭ വിട്ട് സഭായോഗം വിട്ട് മാറിപ്പോകുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് അങ്ങയോടുള്ളൊരു വലിയ സ്നേഹം, അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, അതൊന്നുമല്ല ഇന്ന് രാത്രി ചോദിക്കുന്നത്. കർത്താവെ, നിന്നോടുള്ള സ്നേഹം, നിറഞ്ഞു കവിയുന്നൊരു സ്നേഹം ഞങ്ങളുടെ അകത്ത് തരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആ സ്നേഹം കൊടുക്കണമേ. നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവെ, ആ മഗ്ദലനക്കാരി മറിയ കല്ലറയുടെ വാതിക്ക് നിന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അവളുടെ അരുമനാഥൻ മരിച്ച് അടയ്ക്കപ്പെട്ട് ആ കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ അവൾ എന്തു പ്രതീക്ഷിക്കാനാ? ഒന്നുമില്ല. പക്ഷേ നിറഞ്ഞു കവിയുന്ന സ്നേഹം, പിരിയാൻ പറ്റാത്തൊരു സ്നേഹം. ഞാൻ ഇവിടം വിട്ട് എങ്ങും പോകത്തില്ല, എനിക്ക് നിന്നെ മതി, എനിക്ക് നിന്നെ മാത്രം മതിയെന്ന് പറയുന്ന മറിയയുടെ സ്നേഹം, അങ്ങനത്തെ ഒരു സ്നേഹം എനിക്ക് തരണമേ അപ്പാ. കർത്താവെ, ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും, ഏത് കൊടിയ കാറ്റിൻ്റെ നടുവിലും, ഏത് തിരമാലകൾ അടിച്ചു വരുമ്പോഴും കർത്താവെ, അതിൻ്റെ മധ്യത്തിൽ നിന്നെ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ സഭ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ അടുത്തിരിക്കുന്ന സഭയാക്കി മാറ്റണമേ അപ്പ. കർത്താവെ, അടുത്തിരിപ്പാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. കർത്താവെ, നിന്നോട് സംസാരിക്കാൻ മാത്രമല്ല, നിന്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ്
തിരിച്ചറിയുവാൻ തക്കവിധം നിന്റെ മാറോട് ചേർന്ന് കിടക്കുന്ന അവൻ ആ യോഹന്നാൻ അപ്പോസ്തലനെ പോലെ നിന്റെ മാറിൽ ചാരി കിടക്കുന്ന ഒരു ഫ്രീഡം ഈ സഭയ്ക്ക് ഉണ്ടാകട്ടെ അപ്പ. അങ്ങനത്തെ ഒരു അരുമ ബന്ധം ഉണ്ടാകട്ടെ അപ്പ. കർത്താവെ, അങ്ങയുടെ മനസ്സറിഞ്ഞ് നടപ്പാൻ, അങ്ങയെ പ്രതി നടപ്പാൻ, അങ്ങയെ പ്രതി മിനിസ്ട്രി ചെയ്യുവാൻ, അങ്ങയെ പ്രതി എല്ലാം ക്ഷമിപ്പാൻ, അങ്ങയുടെ സ്നേഹത്തെ പ്രതി എല്ലാം അനുസരിപ്പാൻ. കർത്താവെ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുമെന്ന് തിരുവചന പ്രകാരം എല്ലാം അങ്ങയുടെ സ്നേഹത്തെ ചെയ്യുവാൻ ഞാൻ കൃപ നൽകണമേ. ഇന്ന് രാത്രി പരിശുദ്ധിയാത്മാവ് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ കാണിച്ചു തരണമേ. അനവധിയായിട്ട് മാപ്പ് ചോദിക്കുവാൻ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം എണ്ണി 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 ഒന്നും വിട്ട് കളഞ്ഞാതെ എണ്ണി എണ്ണി പറയുവാൻ ഞാൻ കൃപ നൽകണമേ. അപ്പം ഞങ്ങളുടെ ബുദ്ധി കൊണ്ടും ഞങ്ങളുടെ കഴിവ് കൊണ്ടും ഞങ്ങൾക്കൊന്നും സാധിക്കത്തില്ല. കർത്താവേ, അങ്ങ് കൃപ തന്നാലല്ലാതെ, ഇന്ന് രാത്രി അപ്പം കരത്തിലെടുത്താലല്ലാതെ, അപ്പം ഞങ്ങളെ മാറോട് ചേർത്ത് വെച്ചാലല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് രാത്രി ഏൽപ്പിച്ചു തരികയാ. ഈ സഭയെ മുറ്റുമായിട്ട് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഇംഗ്ലീഷ് സഭ, മലയാളം, തമിഴ്, ഹിന്ദി, ഉറുദു എല്ലാ ഭാഷയിലുള്ള സഭയിലെ എല്ലാ വിശ്വാസികളെയും ഏൽപ്പിക്കുന്നു. കർത്താവേ, അപ്പം നീ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ. അപ്പച്ചൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. കർത്താവെ, അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാറട്ടെ. ഭയങ്കര ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മുറിക്കകത്ത്, ഞങ്ങളുടെ ജോലി സ്ഥലത്ത്, ഞങ്ങളുടെ വാഹനത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധിയാത്മാവിൻ്റെ സാന്നിധ്യം. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായിട്ട് നന്ദി. പ്രാർത്ഥന കേട്ട ദയക്കായിട്ട് സ്തോത്രം. സകല മാനവും മഹത്വവും അങ്ങേക്ക്. യേശുവപ്പച്ചൻ്റെ പുണ്യനാമത്തിൽ നല്ല പിതാവേ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ടിൻ്റെ ആമേൻ.